പാലപ്പവും ബീഫ് സ്റ്റൂവും. ആഹാ! അടിപൊളി കോമ്പിനേഷൻ അല്ലേ? ഞാൻ പാലപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് ഓൾറെഡി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അധികം എടുക്കണം ട്ടോ. പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുള്ളേ. അയ്യയ്യോ! ദാ കിടക്കണ്. ഞാനേ ഒരു ക്ലംസി പേഴ്സൺ ആട്ടോ. ദിവസം എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ട്. അങ്ങനെ എൻ്റെ സമയം ഒരുപാട് പോവുകയും ചെയ്യും. അരിഞ്ഞ് പെറുക്കി എടുക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുക്കണേ. അടുത്തതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതിന്റെ പുറകെ പച്ചമുളക്, സവാള, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഏകദേശം സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 200 ഗ്രാം ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബീഫ് ഒരു 3-4 മിനിറ്റ് നമുക്ക് ഈ സവാളയുടെ ഒക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 8 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും 1 പിടി ഗ്രീൻ പീസും ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉണ്ടല്ലോ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് അടുപ്പിച്ചെടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ തേങ്ങാപ്പാൽ ഒരൊറ്റ തള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവേ. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റൂവിനെ നല്ല കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻഡ് തേങ്ങാപ്പാലാണ് ഒഴിക്കണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ ക്യാൻഡ് തേങ്ങാപ്പാലാണല്ലോ ഒഴിച്ചേക്കുന്നത്. അല്ല എങ്കിൽ കുറച്ച് കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്നെസ് ഉണ്ടാവും നമ്മുടെ കറി സ്റ്റൂവിന്. അതുപോലെ തന്നെ ചില ആൾക്കാർ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് പക്ഷെ അത് എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നാറില്ല. കാഷ്നട്ട് ആഡ് ചെയ്യുന്ന കേട്ടോ ബെറ്റർ ഓപ്ഷൻ. ഇനി നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്ത് നെയ്യിലൊന്ന് വറുത്തിടുന്നത് നല്ലതായിരിക്കും. ഇതിനിടയ്ക്ക് ഞാൻ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി ബീഫ് സ്റ്റൂ കൂടി ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോംബോ കേട്ടോ. അപ്പവും മുട്ടക്കറിയും അപ്പവും കടലക്കറിനേക്കാൾ ഇഷ്ടം എനിക്ക് അപ്പവും സ്റ്റൂ ആണ്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാനൊന്നും സമയമില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.